രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൊകേരി ഒരു ദേശത്തിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് രൂപഭാവങ്ങൾ നൽകി വളർന്ന സ്ഥാപനം. കേവലം പാഠപുസ്തകങ്ങൾ പകരുന്ന അറിവുകൾക്കപ്പുറം അത് ഒരു ദേശത്തിൻ്റെ നാളെയുടെ ശില്പം തീർക്കുന്ന ശില്പശാലയാണ്. ഓരോ ക്ലാസ് മുറിയിലും ഉയരുന്ന ചോദ്യങ്ങൾ, പുസ്തകങ്ങളിൽ തെളിയുന്ന അറിവിൻ്റെ വെളിച്ചം, അധ്യാപകൻ്റെ പ്രചോദന വാക്കുകൾ, ഇവയൊക്കെ ഒരു ദേശത്തിൻ്റെ തലമുറയുടെ സ്വപ്നങ്ങൾക്ക് വർണ്ണം ചാർത്തുന്നു. രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ യാത്ര ഏറെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ്. വാക്കുകളുടെ വഴിയിലൂടെയും ചിന്തകളുടെ ആഴങ്ങളിലൂടെയും മനുഷ്യൻ്റെ ആത്മാവിനെ സ്പർശിച്ച എഴുത്തുകാരുടെ ലോകത്തിലുള്ള ഒരു സാഹിത്യയാത്രയാണ്. ഈ യാത്രയിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ നിമിഷവും ഏറെക്കാലം നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുന്ന, സൂക്ഷിക്കാൻ പറ്റുന്ന, ഓർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനാണ് ശ്രീ ഒ വി വിജയൻ. ഏതാണ്ട് 56 വർഷത്തെ പഴക്കം മലയാള സാഹിത്യത്തിൽ ഈ ഒരു നോവലിനുണ്ട്. ഇന്നും മലയാള സാഹിത്യത്തിൽ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ ഏറെക്കുറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തി. ബസ്സിറങ്ങിയ രവിയിൽ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത്. ആരംഭം തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം. ആ പാഠഭാഗം ഗായത്രി നമുക്ക് വേണ്ടി ഒന്ന് വായിക്കുന്നതായിരുന്നു. ഇനി എങ്ങോട്ടാണ്? ചുമട്ടുകാരൻ ചോദിച്ചു. എന്ന് രവി പറഞ്ഞു. അരാലിലകളിൽ കാറ്റ് വീശി ഖസാക്കിലേക്ക്. രവി പറഞ്ഞു. ഏറുമാടങ്ങളിൽ ഒന്ന് സർവത്ത് പീടുകയായിരുന്നു. 2 സർവത്ത്. രവി പറഞ്ഞു. ഹായ്, ഞമ്മക്ക് വേണ്ട. ചുമട്ടുകാരൻ ഭംഗി വാക്ക് പറഞ്ഞു. കഴിക്ക രവി കാർണോരെ. രവി ധൈര്യപ്പെടുത്തി. ഇനി ബടന്നങ്ങട് ഇശി നടക്കണ്ടേ? വേവട പിടിപ്പിച്ച നരകപടത്തിന് മുമ്പിലിരുന്നു കൊണ്ട് പീഡികക്കാരൻ ഗ്ലാസുകൾ കലത്തിൽ മുക്കി കഴുകി വെച്ച് നന്നാരി സർവത്തിന്റെ കഥാകാരന്റെ വീഥികളിലൂടെ നടന്നു പോകുമ്പോൾ അവന്റെ കഥാപാത്രങ്ങൾ നമ്മോടൊപ്പം നടന്നു വരുന്നതുപോലെ അനുഭവം. മണ്ണിന്റെ മണവും കാലത്തിന്റെ ചുവടുകളും ചേർന്ന് വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഒരു നവോത്ഥാനത്തിന്റെ തീപ്പൊരി തെളിയിക്കുന്നു. ഇത് പഠനത്തിന്റെ പരിധികൾ കടക്കുന്ന ഒരു ആത്മതീർത്ഥാടനം. അറിവ് ബോധമായി, ബോധം സൃഷ്ടിയായി, സൃഷ്ടി സ്വപ്നമായി പരിവർത്തിതമാകുന്ന പുണ്യയാത്ര. അക്ഷരങ്ങൾ അർത്ഥങ്ങളായി വിരിയുന്നിടത്ത്, മനസ്സ് പ്രകാശമായി മാറുന്നിടത്ത്, അവിടെയാണ് സാഹിത്യയാത്രയുടെ ചൈതന്യം നിറയുന്നത്. മഴയുടെ നേർത്ത സംഗീതം പെയ്തിറങ്ങുന്ന പുലരിയിൽ നമ്മൾ എത്തിച്ചേർന്നത് മലയാളത്തിൻ്റെ വിസ്മയ ഭാഷയെ ഏറ്റവും ആഴത്തിൽ തിരിച്ചറിഞ്ഞ സാഹിത്യശില്പി ഒ വി വിജയൻ്റെ സ്വന്തം ഖസാക്കിലാണ്. ശബ്ദത്തിൻ്റെയും നിശബ്ദതയുടെയും ഇടവേളകളിൽ പോലും അർത്ഥസാന്നിധ്യം കണ്ടെത്തിയ എഴുത്തുകാരൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്നൊരു നോവലിലൂടെ മലയാള സാഹിത്യത്തിൻ്റെ ഭൂപടത്തിൽ ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു രേഖ വരച്ച അദ്ദേഹത്തിൻ്റെ ഖസാക്കിനു മുമ്പിൽ മലയാള ഭാഷ പറഞ്ഞിട്ടില്ല. ഏകാധ്യാപക വിദ്യാലയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മുമ്പ് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായിരിക്കും എല്ലാ കുട്ടികൾക്കും കൂടെ ക്ലാസ് എടുത്തു കൊടുക്കാനൊക്കെ പല റൂറൽ മേഖലകളിലും വരുന്നത്. അപ്പോൾ ഒ വി വിജയൻ്റെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒ വി ശാന്ത. 2 സഹോദരിമാരാണല്ലോ, ഒ വി ഉഷ, ഒ വി ശാന്ത. ഒ വി ശാന്തയ്ക്ക് ഇവിടെ ഒരു പള്ളിയോട് ചേർന്ന ഒരു ഏകാധ്യാപക വിദ്യാലയത്തിൽ ജോലി കിട്ടി വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ യാത്രാ സൗകര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നാട്ടുകാരിൽ ഇടപെട്ടിട്ട് ഈ കളപ്പുരയിലേക്ക് അയക്കില്ല, അവർക്ക് താമസം വരെ ഒരുക്കി കൊടുക്കുന്നു. ഒ വി വിജയന്റെ കൃതികൾ വായിക്കുന്നത് ഒരു കഥപാഠം മാത്രമല്ല, അത് പേരറിയാത്ത ഒരു അന്തർമാർഗത്തിലേക്ക് നടത്തുന്ന തീർത്ഥാടനം തന്നെയാണ്. അപ്പം അങ്ങനെ എത്തപ്പെട്ട് കഴിഞ്ഞപ്പം 1980കളുടെ തുടക്കത്തിൽ അദ്ദേഹം ഇതിഹാസത്തിൻ്റെ ഇതിഹാസം തുടങ്ങിയൊരു പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതുന്നതിനാണ് ഖസാക്കിൻ്റെ ഭൂമിക അദ്ദേഹം റിവീൽ ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലെ
ഈ കളപ്പുരയാണ് നോവലിലെ നായക കഥാപാത്രമായ രവി എന്ന് പറയുന്നൊരു കഥാപാത്രം. നായക കഥാപാത്രമായ രവി ഏകാധ്യാപകനായി വരുന്ന ഞാറ്റുപുരയായി താൻ സങ്കല്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്ഥലം അറിഞ്ഞുകൊള്ളുന്നത്. 2005 അദ്ദേഹം മരിച്ചതിന് ശേഷം ഇതാണ് അദ്ദേഹത്തിന് സ്മാരകമായിട്ട്. ഓരോ വരിയിലും ഒരു ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അതിഗംഭീരമായ ആത്മാവിനെയും മനുഷ്യൻ്റെ അന്തർലോകത്തിൻ്റെ നിജസ്വരങ്ങളെയും കേൾക്കാം. അദ്ദേഹം എഴുതിയ ഓരോ വാക്കും ഇന്നും നമ്മെ സ്പർശിക്കുന്നു. മനുഷ്യൻ്റെ ആത്മീയ അന്വേഷണങ്ങളെയും ഗ്രാമത്തിൻ്റെ പച്ചമൺ വളർച്ചകളെയും ഒരു അദ്ഭുത ലോകമായി അതിൽ കലർത്തി. വാക്യങ്ങൾ മഴത്തുള്ളികളായി പേജ് മുഴുവൻ മുത്തമിടുന്ന എഴുത്തായിരുന്നു അദ്ദേഹത്തിന്. വാക്കിൻ്റെ മാന്ത്രികത, ദർശനം, രാഷ്ട്രീയ ബോധം ഇവയെല്ലാം ചേർന്ന് ഒരു സവിശേഷ ഭാഷാപ്രപഞ്ചം സൃഷ്ടിച്ചു. ഒരൊറ്റ മഴക്കാറ്റ് പോലെ, ഒരനുഭവമായി, ഒരനന്തതയായി ആ സർഗഭൂമികയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. എഴുത്തിൻ്റെ കുലപതിയുടെ വാഗ്വൈഭവത്തിൽ ജ്ഞാനസ്നാനം ചെയ്തുകൊണ്ട് ഈ യാത്ര ഇവിടെ തുടങ്ങുന്നു. കാലം ചിലപ്പോൾ നിശബ്ദമായി കടന്നുപോകും. കസാക്കുയർത്തിയ ചിന്തയുടെ ആഴവും പേറി നാം അവിടെ നിന്നും മലയാള കവിതയുടെ ശബ്ദ സൗന്ദര്യം മഹാകവി വള്ളത്തോളിൻ്റെ കവിതാലോകത്തിലേക്ക് മെല്ലെ യാത്രയായി. മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ കവിയാണ് വള്ളത്തോൾ എസ് നാരായണമേനോൻ. ആധുനിക കവിത്രയങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മഹാകവികളിൽ ഒരാളാണ് വള്ളത്തോൾ എസ് നാരായണമേനോൻ. അപ്പം വള്ളത്തോളിൻ്റെ സാഹിത്യം അല്ലെങ്കിൽ കവിതകൾ എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് വലിയൊരു ബന്ധം വള്ളത്തോളിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാതൃഭാഷയുടെ പ്രാധാന്യം, ഇപ്പം മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ അഭിമാനകരമായ ഒന്നാണ്. ഇപ്പം നമുക്ക് മാത്രമല്ല, മാതൃഭാഷകൾ എല്ലാവർക്കും അഭിമാനകരമാണ്, നമുക്കും വളരെയേറെ അഭിമാനകരമാണ്. ഇപ്പം വള്ളത്തോളിൻ്റെ കൃതികളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പം വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ സായ അത് ചൊല്ലുന്നതായിരിക്കും. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേളം മിഞ്ഞ പാലോടൊപ്പം ഉമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതാ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ മാതാവിൻ വാത്സല്യ ദുഃഖം നോക്കർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. കേരളത്തിൻ്റെ കലാസ്വപ്നങ്ങൾക്ക് രൂപം പകർന്ന കലാസൗധം. ഭാരതത്തിൻ്റെ ശാസ്ത്രീയ കലാരൂപങ്ങൾ, പ്രത്യേകിച്ച് കഥകളി, മോഹിനിയാട്ടം, കൂടിയാട്ടം, തുള്ളൽ, മൃദംഗം തുടങ്ങിയവയുടെ കലാപൂർണിമ നിറയും തീർത്ഥാടന കേന്ദ്രം. ഭാരതപ്പുഴയുടെ തീരത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ കലാലയം ഒരു പഠന സ്ഥാപനം എന്നതിലുപരി സംസ്കാരത്തിൻ്റെ ശുദ്ധശ്വാസം പകരുന്ന ഒരു അനുഭൂതിയാണ്. ഇവിടത്തെ പരിശീലനം ഒരു പാഠപുസ്തക പരിധിയിൽ ഒതുങ്ങുന്നതല്ല, അത് ഒരു തപസ്യയാണ്. കലാമണ്ഡലം ഒരു സ്ഥാപനമല്ല, അത് ഒരു സംസ്കാരത്തിൻ്റെ കെടാവിളക്കാണ്. പാരമ്പര്യത്തിൻ്റെ വിളക്കു കെടുത്താതിരിക്കാൻ തലമുറകൾ കൈമാറുന്ന ഒരു ദീപശിഖ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന കലാസ്നേഹികൾക്ക് കേരളത്തിൻ്റെ ആത്മാവിനെ പരിചയപ്പെടുത്തുന്ന ഒരു കലാമന്ദിരം. ഭാരതപ്പുഴയുടെ തീരത്ത് സന്ധ്യാസമയത്ത് മേളപ്പെരുക്കം നിറയുമ്പോൾ കലാമണ്ഡലം കേവലം ഒരു വിദ്യാലയമല്ലെന്ന് തോന്നും. അത് ഒരു കവിതയാണ്,
സംഗീതവും നൃത്തവും ചേർന്ന് എഴുതിയ ഭാവഗാനം പോലെ. വള്ളത്തോളിന്റെ കാവ്യസൗധത്തിൽ നിന്നും നാം പിന്നീട് യാത്ര തിരിച്ചത് കേരളത്തിന്റെ മനസ്സിൽ എന്നും നിലകൊള്ളുന്ന, നമ്മെ വിസ്മയിപ്പിച്ച മിത്ത് നാറാണത്ത് ഭ്രാന്തന്റെ രായിരനെല്ലൂർ മലയിലേക്കാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ ദാർശനികതയുടെ സത്യം നാറാണത്ത് ഭ്രാന്തൻ. പകലിന്റെ മങ്ങിയ മഞ്ഞുതുള്ളികൾ മലയ്ക്കു മുകളിൽ വീണു തുടങ്ങുമ്പോൾ ആ കുന്നിൻ മുകളിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ, ബാഹ്യലോകത്തിനു ഭ്രാന്തൻ, എന്നാൽ കാലത്തിന്റെ അടയാളങ്ങൾ വായിച്ചറിയുന്ന ഒരു ദാർശനികൻ, അവന്റെ ചിരിക്കുന്ന മുഖവുമായി പാറമടകൾ കയറിയിരുന്നു. രായിരനെല്ലൂർ മലയുടെ പാറക്കെട്ടുകൾക്കിടയിൽ വീശിയടിക്കുന്ന കാറ്റ് ഇന്നും പറയുന്നുണ്ട്, ഇവിടെയാണ് നാറാണത്ത് ഭ്രാന്തൻ തന്റെ ശിലാവിഷ്കാരം തീർത്തത്. മലയുടെ ചുവട്ടിലെ കാറ്റും മണ്ണും ഒരു പുരാതന ശില്പശാല പോലെ ഭ്രമിപ്പിക്കുന്നു. ഭ്രാന്തൻ കയറ്റിയിരുന്ന വലിയ പാറക്കല്ല് ചിരിച്ചുകൊണ്ട് തിരിച്ചിറക്കി അയച്ചതിൻ്റെ കഥ ഈ കുന്നിൻ കിഴുക്കുകളിലൂടെ ഇന്നും ഒരു മറഞ്ഞ നാദം പോലെ യാത്ര ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ വ്യർത്ഥതയെ പരിഹസിച്ചും അതിൻ്റെ അസ്ഫുടമായ ഗംഭീരതയെ തിരിച്ചറിഞ്ഞും ഒരാൾ മലയുടെ നേർക്കു പാറ തള്ളിപ്പിടിക്കുന്നു. പിന്നെ കൈവിട്ടു വീഴുമ്പോൾ കല്ല് മാത്രമല്ല, ലോകവും ചിരിയിലൊതുങ്ങുന്നു. രായിരനെല്ലൂർ മല അതുകൊണ്ട് ഒരു കുന്നല്ല, അത് മാനവ ജീവിതത്തിൻ്റെ പരസ്പര വിരുദ്ധതകളെ ചിരിയിൽ പൊതിഞ്ഞ ഒരു ദാർശനിക പാഠശാലയാണ്. അതിന്മേൽ കയറിയാൽ മനസ്സിന് ഇപ്പോഴും തോന്നും, ഭ്രാന്തന്റെ ചിരി ഈ കാറ്റിലുണ്ട്, ഭ്രാന്തന്റെ ചിന്ത ഈ പാറകളിൽ ഉറങ്ങുന്നു, ഭ്രാന്തന്റെ സ്വാതന്ത്ര്യം ഈ മലയുടെ നെറ്റിയിൽ തെളിയുന്നു. അങ്ങനെ രായിരനെല്ലൂർ മല കേവലം ഒരു മലയല്ല, ചിരിയും ചിന്തയും ചേർത്ത് മനുഷ്യാത്മാവിന് സ്വാതന്ത്ര്യത്തിൻ്റെ പാഠം പകർന്ന ഒരു ശാന്തശിലയാണ്. സാഹിത്യയാത്ര എന്നത് വഴികൾ താണ്ടുന്ന സഞ്ചാരമല്ല, അത് കാലത്തെ മറികടന്ന് ആത്മാവുകളുമായി സംസാരിക്കുന്നൊരു അനുഭവം. അക്ഷരങ്ങളുടെ വിത്തുകൾ വിതച്ച മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നൊരു തിരിച്ചുവരവ്. അവിടെ കാറ്റുപോലും കവിത ചൊല്ലുന്നു. മരങ്ങൾ പഴയ കഥകളുടെ സാക്ഷികളായി നിശബ്ദം നിൽക്കുന്നു. കവിയുടെ ചിന്തകൾ വിരിഞ്ഞ ആ ആകാശത്തിനടിയിൽ നിൽക്കുമ്പോൾ വാക്കുകളുടെ ഉഷസ്സിനെ നേരിൽ കാണുന്ന പോലെ തോന്നുന്നു. നിരവധി ഹിറ്റ് സിനിമകളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ തന്നെ ഇടം നേടിയ ഒരു മനയാണ് വരിക്കാശ്ശേരി മന. വരിക്കാശ്ശേരി മന സമയം സ്വന്തമായി പിടിച്ചു നിർത്തിയ ഒരു ശില്പസമുദ്രമെന്ന് തോന്നിപ്പിക്കുന്ന, കേരളത്തിൻ്റെ ഹൃദയത്തിൽ നിത്യവസന്തം പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൈതൃക പ്രതിഭാസം. നൂറ്റാണ്ടുകളുടെ ശ്വാസം താങ്ങി നിൽക്കുന്ന കല്ലുകൾക്കും കാറ്റിൻ്റെ വിരലുകളാൽ മൃദുവായി തൊട്ടുമിനുക്കുന്ന പഴമരച്ചില്ലകൾക്കുമിടയിൽ ഈ മന ഒരു പുരാതന താളവാദ്യത്തിൻ്റെ അതീതമായ പാശ്ചാത്തല മുരളിക പോലെ ഇന്നും ശബ്ദിക്കുന്നു. മനയുടെ അഗാധമായ മഹത്വം ആദ്യം മണക്കുന്നത് അതിൻ്റെ പടിപ്പുരയുടെ ഇരുണ്ട സ്വപ്നപ്രകാശത്തിലാണ്. വരിക്കാശ്ശേരി മനയുടെ നാലുകെട്ട് ഒരു സാധാരണ തുറസ്സല്ല, അത് ഒരു ശാന്തമായ ആകാശക്കിണർ. ഇടവേളകളില്ലാതെ വീഴുന്ന വെളിച്ചത്തിൻ്റെ പെയ്ത്തും മഴയെത്തുമ്പോൾ മുറ്റത്തൊലിക്കുന്ന മഴത്തുള്ളികളുടെ ജപമാലയും കാറ്റുമറവിൽ ഒളിച്ചു ചാടുന്ന നിശബ്ദതയും ചേർന്ന് ഒരു ആത്മീയ ചക്രവാളം സൃഷ്ടിക്കുന്നു. ശ്വാസം വിടുന്നതിൻ്റെ നിസാരമല്ലാത്ത ഓർമ്മപ്പെടുത്തൽ, വാസ്തുശില്പത്തിൻ്റെ അമൃതരസം നാം ഇവിടെ അനുഭവിച്ചറിയുന്നു.
വാസ്തുശില്പം, അതിൻ്റെ ശാന്തത, അതിൻ്റെ പഴമ എല്ലാം ചേർന്ന് നമ്മെ കൂടെ വഹിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാലം ഇവിടെ നിൽക്കുന്നു, പൈതൃകത്തിൻ്റെ അനശ്വര നിഴൽ പോലെ. എത്രയോ അനുഭവങ്ങൾ പകർന്നു നൽകിയ സാഹിത്യയാത്രയുടെ ആദ്യ ദിനത്തിന് ശേഷം രാത്രി യാത്ര ചോദിച്ചു പിരിഞ്ഞു. വീണ്ടും ഒരു പുലരി, പുഞ്ചിരിയിട്ട് നിൽക്കുന്ന വഴിത്താരകൾ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും. നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ലാകിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാമായുസ്സുമോർക്ക നീ. വന്യസന്തപ്തലോഹസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭം. മലയാളത്തിന് ആത്മാവും അക്ഷരങ്ങൾക്ക് ജീവനും നൽകിയ മഹാകവിയായിരുന്നു എഴുത്തച്ഛൻ. സംസ്കൃതത്തിന്റെ ഗൗരവവും നാടൻ മലയാളത്തിന്റെ ലാളിത്യവും ഒരേ താളത്തിൽ ചേർത്ത് മലയാളത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച അക്ഷരസാധകൻ. അക്ഷരമാലയെ ചിട്ടപ്പെടുത്തി മലയാളത്തിന് വ്യക്തമായ രൂപം നൽകിയത് എഴുത്തച്ഛന്റെ അമരസേവനമായിരുന്നു. അക്ഷരങ്ങൾ അദ്ദേഹത്തിന് വെറും ചിഹ്നങ്ങളായിരുന്നില്ല, അവ ആത്മാവിന്റെ ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ കൃതികൾ കാലാതീതമായി ഇന്നും മലയാളിയുടെ മനസ്സിൽ ദീപ്തമായി നിലകൊള്ളുന്നു. മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം എഴുത്തച്ഛന്റെ നാമവും അനശ്വരമായി നിലകൊള്ളും. കാലത്തിന്റെ നെറ്റിയിൽ പതിഞ്ഞ ഒരു കല്ലെഴുത്ത്. മൈസൂർ ഭരണാധികാരി ഹൈദർ അലി പണികഴിപ്പിച്ച ഈ കോട്ട വെറും പ്രതിരോധത്തിന്റെ മതിൽ മാത്രമല്ല, ശില്പ സൗന്ദര്യത്തിന്റെ ശാന്തഗാഥയാണ്. കറുത്ത കല്ലുകൾ ചേർത്ത് പണിത മതിലുകൾ കരുത്തിന്റെ ശബ്ദമില്ലാത്ത പ്രഖ്യാപനമായി ഇന്നും ഉയർന്നു നിൽക്കുന്നു. ഓരോ കല്ലും സമയം കാത്തുസൂക്ഷിച്ച ഒരു ഓർമ്മയാണ്. കോട്ടയെ ചുറ്റിയ ആഴമുള്ള കുളം അതിൻ്റെ പ്രതിരോധത്തിൻ്റെ ജാഗ്രത എന്നതിലുപരി പ്രകൃതിയുമായുള്ള ഒരു സൗഹൃദ സംഭാഷണവുമാണ്. വെള്ളത്തിൻ്റെ മേൽ പതിയുന്ന മതിലുകളുടെ പ്രതിബിംബം ചരിത്രം തന്നെ സ്വന്തം മുഖം നോക്കുന്നതുപോലെ തോന്നിക്കുന്നു. 4 കോണുകളിലായി ഉയർന്ന ബുർജുകൾ ആകാശത്തോട് സംഭാഷണം നടത്തുന്ന കാവൽക്കാരെ പോലെ നിശബ്ദമായി നിൽക്കുന്നു. വാതിലുകളുടെ വളവുകളും കല്ലുപണികളുടെ ലാളിത്യവും കോട്ടയുടെ ശില്പകലയിൽ ഒരു പ്രത്യേക സൗന്ദര്യം സൃഷ്ടിക്കുന്നു. ഭംഗി പ്രദർശിപ്പിക്കാനുള്ള അമിതാഭിലാഷമില്ലാതെ ലാളിത്യത്തിലൂടെ മഹത്വം തെളിയിക്കുന്ന നിർമ്മാണ ശൈലി, അതാണ് പാലക്കാടൻ കോട്ടയുടെ പ്രത്യേകത. യുദ്ധത്തിൻ്റെ ചരിത്രം മറച്ചുവെച്ചിട്ടും സമാധാനത്തിൻ്റെ ശാന്തതയാണ് ഇന്നവിടെ കൂടുതൽ അനുഭവപ്പെടുന്നത്. മരങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ആ കോട്ട കാലത്തിൻ്റെയും കലയുടെയും കൂട്ടുകെട്ടായി ഇന്നും നിലകൊള്ളുന്നു. കാറ്റ് മതിലുകളെ തഴുകുമ്പോൾ
പഴയ കാലത്തിൻ്റെ പാദശബ്ദങ്ങൾ കേൾക്കാമെന്ന തോന്നൽ മനസ്സിലുദിക്കുന്നു. പാലക്കാടൻ കോട്ട, കല്ലിൽ കൊത്തിയ കവിത, ശക്തിയുടെയും ശില്പസൗന്ദര്യത്തിൻ്റെയും സമന്വയമായി ഇന്നും നിലകൊള്ളുന്നു. കാലം ചിലപ്പോൾ നിശബ്ദമായി കടന്നുപോകും, ചിലപ്പോൾ അത് സ്വയം ചിരിച്ചു പറയും. 18-ാം നൂറ്റാണ്ടിലെ കേരളം അങ്ങനെ ഒരു ചിരിയുടെ ശബ്ദം കേട്ടു. മലയാളത്തിലെ ആദ്യ ജനകീയ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ സമൂഹത്തിലെ പൊങ്ങച്ചങ്ങളെയും അനാചാരങ്ങളെയും കപടഭക്തിയെയും തുറന്നുകാട്ടിയ ആ പൊട്ടിച്ചിരി ഇന്നും മലയാളത്തിൻ്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. കുഞ്ചൻ നമ്പ്യാർ ചിരിപ്പിച്ചത് വെറും വിനോദത്തിനായിരുന്നില്ല, ചിരിയുടെ ചിറകിൽ സത്യത്തെ വിളിച്ചു പറയാനായിരുന്നു. അധികാരികളുടെ അഹങ്കാരവും പണ്ഡിതരുടെ അഹന്തയും സാധാരണ ജനങ്ങളുടെ വേദനയും അദ്ദേഹം ഓട്ടംതുള്ളലിൻ്റെ ചുവടുകളിൽ ചേർത്ത് അവതരിപ്പിച്ചു. ആ കലാരൂപം വെറും നൃത്തമോ ഗാനമോ അല്ലായിരുന്നു, അത് കാലത്തിൻ്റെ കഠിന സത്യങ്ങളെ മൃദുവായി പറഞ്ഞ ഒരു സാമൂഹിക പ്രസ്താവനയായിരുന്നു. കേരളത്തിൻ്റെ മണ്ണിൽ ചിരിയുടെ വിത്ത് വിതറി വാക്കിൻ്റെ വിളയായി ചിന്തയെ കൊയ്തെടുത്ത കവി കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാരുടെ കവിതകൾ ചിരിയുടെ മൃദുശബ്ദമല്ല, അത് ജീർണതയിൽ ആണ്ടുപോകുന്ന നാഡിയിൽ പതിക്കുന്ന ഒരു ജാഗ്രതയുടെ ഉണർത്ത് പാട്ടാണ്. ഇങ്ങനെ പാട്ടിന്റെ താളത്തിൽ ജീവിതത്തിന്റെ വൈഷമ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നൃത്തമാടി. പാണ്ഡിത്യത്തിന്റെ പീഠങ്ങളിൽ കുടുങ്ങിക്കിടന്ന സാഹിത്യത്തെ നമ്പ്യാർ ജനങ്ങളുടെ നടുവിലിറക്കി. ചിരിയിലൂടെ ചിന്തിപ്പിക്കുകയും പരിഹാസത്തിലൂടെ പ്രബോധിപ്പിക്കുകയും ചെയ്തു. നമ്പ്യാരുടെ ഓരോ വരിയും ഒരു വിളക്കുപോലെയാണ്, ഇരുട്ടിലാണ്ടുപോകുന്ന കാലത്തെ നയിക്കുന്ന വഴിവിളക്കുപോലെ. കുഞ്ചൻ നമ്പ്യാർ കാലത്തിന്റെ പൊട്ടിച്ചിരിയാണ്. അത് പരിഹാസത്തിന്റെ രൂപത്തിൽ മുഴങ്ങുന്ന വിമർശനം, വിനോദത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന വിപ്ലവം, ചിരിയിലൂടെ ഉയർന്ന സാമൂഹിക ബോധം. അദ്ദേഹത്തിന്റെ ചിരി കാലങ്ങളെ കടന്ന് ഇന്നും നമ്മെ ചിന്തിപ്പിക്കുന്നു. മാമാങ്കത്തിന്റെ മണ്ണിൽ ദേശാഭിമാനത്തിന്റെ ചുവന്ന അക്ഷരങ്ങൾ കൊണ്ട് പേരെഴുതിയ ചാവേറുകളുടെ നിശബ്ദ സ്മരണയായി നിലകൊള്ളുന്ന ഒരു ആഴമാണ് മണിക്കിണർ. അത് ഒരു സാധാരണ കിണറല്ല, കാലത്തിന്റെ കുരുതിക്കഥകൾ അടക്കിവെച്ച ഒരു ഗർഭഗൃഹം. സാമൂതിരിയുടെ യുദ്ധക്കളത്തിൽ ജീവൻ കുരുതി കൊടുത്ത ചാവേറുകൾ അവസാന ശ്വാസം വരെ പോരാടി പിടഞ്ഞു വീണ് ആ മണ്ണിന്റെ നെഞ്ചിൽ ചേർന്നു കിടന്നു. എന്നേക്കുമായി സഫലമാകാത്ത ജന്മനിയോഗം പോലെ ഓരോ ചാവേറിൻ്റെയും അവസാന നിശ്വാസം കാറ്റായി ഇന്നും തിരുനാവായയുടെ തീരത്തെ തഴുകുന്നു. മണിക്കിണറിൻ്റെ ആഴങ്ങളിൽ വീണത് ശരീരങ്ങൾ മാത്രമല്ല, അവിടെ അടങ്ങിയിരിക്കുന്നത് അഭിമാനത്തിൻ്റെ ജ്വാലകളും അധീനതയ്ക്കെതിരായ പോരാട്ട വീര്യവുമായിരുന്നു. നിശബ്ദതയുടെ നീലവസ്ത്രം ധരിച്ച ആ കിണർ ഇന്നും ഒരു സ്മാരകമാണ്. അഭിമാനത്തിനും രാജ്യസ്നേഹത്തിനും പ്രാണനേക്കാൾ വില നൽകി ജീവൻ ഹോമിച്ച വീരപുരുഷന്മാർ നിത്യനിദ്ര കൊള്ളുന്ന ചരിത്രഗൃഹം. അവിടെ ഇപ്പോഴും അവസാനത്തെ ശ്വാസം നിലയ്ക്കും വരെ പൊരുതിയ ചേകവന്റെ വാളിന്റെ സീൽക്കാരം കേൾക്കാം. ഒടുവിൽ പിടഞ്ഞു വീണ് ഉടൽ വിട്ടു പോകും മുമ്പ് സഫലമാകാതെ പോയ ദൗത്യത്തിന്റെ വേദന കാണാം. മണിക്കിണറിന്റെ ഇരുണ്ട ആഴങ്ങൾക്കുള്ളിൽ നാടിന്റെ മാനം കാക്കാൻ പുറപ്പെട്ട എത്രയോ ചേകവന്മാരുടെ ഉറുമയുടെ ഗർജനങ്ങൾ ഇന്നും മുഴങ്ങുന്നു.
വീണ്ടും ഒരു വ്യാഴവട്ടക്കാലം കാത്തു നിൽക്കുന്ന പോരാട്ട വീര്യവുമായി. സഹ്യസാനുവിൽ നിന്ന് പിറവികൊണ്ട് കേരളത്തിന്റെ ഹൃദയ സരസിലൂടെ ഒഴുകുന്ന പുണ്യപ്രവാഹം നിള. അറിയാത്ത രഹസ്യങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രത്തേക്കാൾ തെളിമയുടെ തെളിനീർ പ്രവാഹത്തിൽ എല്ലാം തുറന്നു കാട്ടി എഴുതാൻ തന്നെ എന്നും പ്രചോദിപ്പിച്ചത് എന്ന് മലയാളത്തിന്റെ പുണ്യം MT വിശേഷിപ്പിച്ച നിള. എഴുത്തുകാരുടെ സർഗജ്വാലയെ ഉദ്ദീപിപ്പിച്ച, ഭാവനയെ തൊട്ടുണർത്തിയ, കിനാവുകൾ നഷ്ടപ്പെട്ട മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച നിള. വർത്തമാനകാല മനസ്സിൻ്റെ ജാലക കാഴ്ചകളിൽ ഇന്നും അനിർവചനീയമായ അനുഭൂതി പകരുന്ന, കാലം തൊടുകുറി ചാർത്തിയ ചന്ദനപ്പൊട്ടിൻ്റെ നൈർമല്യം നിറയുന്ന സ്നേഹപ്രവാഹം. മലയാളത്തിൻ്റെ ഹൃദയതീരങ്ങളെ പുളകം കൊള്ളിച്ച നിള. അത് വെറും ജലധാരയല്ല, കേരളത്തിൻ്റെ ആത്മാവിലൂടെ ഒഴുകുന്ന സാഹിത്യപ്രവാഹം തന്നെ. മണൽമേടുകൾക്കുമീതെ സന്ധ്യ താഴ്ന്നിറങ്ങുമ്പോൾ നിളയുടെ ഒഴുക്ക് ഒരു സാഹിത്യ സംഗീതമായി കേൾക്കുന്നു. അവൾ ഒഴുകുന്നത് കടലിലേക്കല്ല, മറിച്ച് ഹൃദയങ്ങളിലേക്കാണ്. മനുഷ്യ കഥകളുടെ അനന്തമായ ഗതിവിഗതികൾ പോലെ കാലത്തിൻ്റെ മഷിയാൽ എഴുതപ്പെട്ട ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിള എന്നും മലയാളത്തിൻ്റെ സാഹിത്യഭൂവിൽ നിറയട്ടെ, അക്ഷരപുണ്യത്തിൻ്റെ തീർത്ഥപ്രവാഹമായി.